നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന ടീമിൽ മാറ്റങ്ങൾക്ക് സമയമായി പറയുന്നത് ലയണൽ സ്കലോനി തന്നെയാണ്. അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്? അത് ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു റൈറ്റ് മൊമെൻ്റാണിത്. ഇപ്പോൾ നമ്മൾ ടീമിൽ മാറ്റങ്ങൾ വരുത്തണം. ടീമിൻ്റെ കോർ അവിടെ തന്നെ ഉണ്ടാകും, എന്നാൽ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു എന്നാണ് കോച്ച് ലയണൽ സ്കലോനി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നമുക്ക് അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഇതാണ് സമയം. യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കേണ്ട സമയമാണിത്. ഇതുവരെ ടീമിൻ്റെ ഭാഗമാവാത്ത യുവതാരങ്ങളെ ടീമിലേക്ക് എടുക്കണം. ഞങ്ങൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നുമുണ്ട്. ടീമിൻ്റെ കോർ അവിടെ തന്നെ ഉണ്ടാകും. ബട്ട് എന്തുകൊണ്ട് നമുക്ക് യുവതാരങ്ങളെ കൺസിഡർ ചെയ്തുകൂടാ? അവർക്ക് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരാണല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇതാണ് അതിന് പറ്റിയ മൊമെൻ്റ് എന്ന്. അടുത്ത കോളപ്പിൽ നമുക്കത് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത കോളപ്പിങ് എത്തി. വമ്പന്മാരോടാണ് അടുത്ത മത്സരങ്ങൾ. ഉറുഗ്വായ്ക്കെതിരെയാണ് അർജന്റീനയുടെ അടുത്ത മത്സരം. മാർച്ച് 22 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ കളി. അത് കഴിഞ്ഞ് മാർച്ച് 26 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീന ബ്രസീലുമായിട്ടും കളിക്കുന്നു. ആ മത്സരങ്ങൾക്കുള്ള കോളപ്പാണ് ഇനി വരാനുള്ളത്. വരും ദിവസങ്ങളിൽ അതിനുവേണ്ടി ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ യുവതാരങ്ങൾ സ്ക്വാഡിൽ ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ കോച്ച് ലയണൽ സ്കലോനി നൽകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇനി അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെയ്യാനുള്ളത്. നമുക്കറിയാമല്ലോ, ഒരുപാട് വെറ്ററൻ താരങ്ങൾ ഇപ്പോൾ അർജന്റീനയുടെ ടീമിലുണ്ട്. അവരെയും വെച്ചുകൊണ്ട് അങ്ങനെ നീണ്ടകാലം പോകാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ടീമിൻ്റെ കോർ അവിടെ ഉണ്ടാകും. സുപ്രധാന താരങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. അവർക്ക് പ്രായം ബാധകമല്ല. ഇപ്പോൾ മെസ്സിക്കൊക്കെ എന്ത് പ്രായം എങ്ങനെ ബാധകമാകും? മെസ്സി എന്തായാലും ടീമിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കോർ പ്ലെയേഴ്സ്, ടീമിൻ്റെ കോർ അവിടെ ഉണ്ടാകും. എന്നാൽ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന യുവതാരങ്ങളെ ടീമിലേക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അഴിച്ചുപണിയിലേക്ക്, ഒരു റീബിൽഡിലേക്ക് പോകാനുള്ള റൈറ്റ് ടൈമായി കഴിഞ്ഞു എന്നാണ് സ്കലോനി പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.